നമസ്കാരം. എല്ലാവർക്കും ലോസ് ഓൺ റെക്കോർഡിലേക്ക് സ്വാഗതം. വീട്ടിനുള്ളിൽ നടക്കുന്നത് സ്വകാര്യ കാര്യമാണെന്നും അവിടെ നിയമത്തിന് പ്രസക്തിയില്ലെന്നും നിങ്ങൾ കരുതുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്ക് തെറ്റി. അടച്ചിട്ട മുറിക്കുള്ളിലായാലും നിയമത്തിന്റെ കൈകൾക്ക് നീളമുണ്ട്. ഇതൊരു കുടുംബകാര്യമല്ലേ എന്ന് ചോദിച്ച് ഒഴിഞ്ഞുമാറാൻ ഇനി കഴിയില്ല. ഒരു കഥയിലൂടെ തുടരാം. രമേശും ഭാര്യ സിന്ധുവും തമ്മിൽ വഴക്ക് പതിവായിരുന്നു. ഒരു ദിവസം വഴക്ക് രൂക്ഷമാവുകയും രമേശ് സിന്ധുവിനെ മർദ്ദിക്കുകയും ചെയ്തു. സിന്ധു വിവരം പോലീസിൽ അറിയിച്ചു. പോലീസ് എത്തിയപ്പോൾ രമേശ് പറഞ്ഞത്, ഇത് ഞങ്ങളുടെ കുടുംബകാര്യമാണ്, ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇടപെടാൻ പോലീസിന് അവകാശമില്ല എന്നാണ്. എന്നാൽ നിയമം പറയുന്നത് മറ്റൊന്നാണ്. ഒരു വിവാഹബന്ധം നിലനിൽക്കുന്നത് ഒരാളെ ക്രൂരമായി ഉപദ്രവിക്കാനുള്ള ലൈസൻസ് അല്ല. രമേശിന് പോലീസിനൊപ്പം പോകേണ്ടി വന്നു. നിയമവശങ്ങൾ. കുടുംബത്തിനകത്തെ അക്രമങ്ങൾ നേരിടാൻ പ്രധാനമായും 2 നിയമങ്ങളാണ് ഇന്ത്യയിലുള്ളത്. BNS സെക്ഷൻ 85 ആൻഡ് 86, പഴയ സെക്ഷൻ IPC 498A പ്രകാരം ഒരു സ്ത്രീയെ ഭർത്താവോ ഭർത്താവിൻ്റെ ബന്ധുക്കളോ ശാരീരികമായോ മാനസികമായോ ക്രൂരതയ്ക്ക് വിധേയമാക്കിയാൽ അത് ജാമ്യമില്ലാത്ത കുറ്റകൃത്യമാണ്. പ്രൊട്ടക്ഷൻ ഓഫ് വിമൻ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് 2005, അതായത് ഗാർഹിക പീഡന നിരോധന നിയമം. ഇത് സ്ത്രീകൾക്ക് വീട്ടിനുള്ളിൽ സുരക്ഷിതമായി കഴിയാനുള്ള അവകാശം നൽകുന്നു. കേവലം മർദ്ദനം മാത്രമല്ല, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും വൈകാരികമായ പീഡനങ്ങളും ഇതിൻ്റെ പരിധിയിൽ വരും. കോടതി വിധികൾ. ലളിതകുമാരി വേഴ്സസ് ഗവൺമെന്റ് ഓഫ് UP എന്ന സുപ്രധാന കേസിൽ സുപ്രീം കോടതി വ്യക്തമാക്കിയത്, ഒരു കുറ്റകൃത്യം നടന്നതായി വിവരം ലഭിച്ചാൽ, പ്രത്യേകിച്ച് ക്കെതിരെയുള്ള ആക്രമണമാണെങ്കിൽ പോലീസ് ഉടൻ തന്നെ FIR രജിസ്റ്റർ ചെയ്യണമെന്നാണ്. കുടുംബകാര്യം എന്ന് പറഞ്ഞ് പോലീസിന് മാറി നിൽക്കാൻ കഴിയില്ല. ലളിതമായി പറഞ്ഞാൽ, വിവാഹം എന്ന കരാർ ക്രിമിനൽ നിയമങ്ങളെ ഇല്ലാതാക്കുന്നില്ല. വീട്ടിന് പുറത്ത് ഒരാളെ അടിക്കുന്നത് കുറ്റകരമാണെങ്കിൽ അത് വീട്ടിനുള്ളിൽ ഭാര്യയെ അടിക്കുമ്പോഴും കുറ്റകരമാണ്. സ്നേഹവും വിശ്വാസവും ഉണ്ടാകേണ്ട ഇടങ്ങളിൽ ആക്രമത്തിന് സ്ഥാനമില്ല. നിയമം ഓരോ പൗരൻ്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തെ വീട്ടിനുള്ളിലും സംരക്ഷിക്കുന്നു. നിയമപരമായ അറിവ്. വീട് എന്നത് നിയമമില്ലാത്ത ഇടമല്ല. ഗാർഹിക പീഡനം നേരിടുന്നവർക്കായി ഗവൺമെൻറ് സഹായത്തിനായി 1091 വിമൻ ഹെൽപ്പ് ലൈൻ എന്ന നമ്പറിലോ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ ബന്ധപ്പെടാം എന്ന് പറയുന്നു. പരാതി നൽകാൻ മുറിവുകൾ തന്നെ വേണമെന്നില്ല. മാനസിക പീഡനവും പരാതിക്ക് ആധാരമാണ്. നിങ്ങളുടെ വീട്ടിൻ്റെ വാതിലുകൾ നിയമത്തിന് മുന്നിൽ അടഞ്ഞതല്ല. ആക്രമം കുടുംബകാര്യമല്ല, അത് കുറ്റകൃത്യമാണ്. ഈ അറിവ് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. നിയമപരമായ അറിവുകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.